ഇന്ന് നവംബർ 16 മൂന്നാമത്തെ ഞായറാഴ്ച വേൾഡ് റിമംബറൻസ് ഡേ. നമ്മുടെ നിരത്തുകളിൽ വാഹനാപകടങ്ങളിൽ പെട്ട് ജീവൻ പൊലിഞ്ഞ് പോയവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ട്രാക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വേൾഡ് റിമംബറൻസ് ഡേ പ്രോഗ്രാം ഇവിടെ ഈ ട്രാഫിക് ആക്സിഡന്റിൽപ്പെട്ട് നമ്മെ വിട്ടുപിരിഞ്ഞ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഓർമ്മയ്ക്കായി ഒരു അനുസ്മരണം ആചരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു. ട്രാക്കിൻ്റെ സെക്രട്ടറി ശ്രീ എച്ച് ഷാനവാസിനെ ക്ഷണിക്കുന്നു. ആ ട്രാക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗുരുത്ത, അതുപോലെ തന്നെ ട്രാക്കിൻ്റെ വർക്കിംഗ് പ്രസിഡന്റും വിദ്യാർത്ഥികളുമായ ശ്രീ ഗുരുത്ത, അതുപോലെ ശ്രീ അജയ് കുമാർ, ട്രാക്കിൻ്റെ നേതൃത്വമായ ശ്രീ ഡോക്ടർ സിജു നെൽസൺ, വേദിയിലുള്ള സർവത്തിലുള്ള പ്രിയമുള്ള ട്രാക്കിൻ്റെ അംഗങ്ങളുടെ വോളണ്ടിയേഴ്സ്, റിമംബറൻസ് ഡേ ഓഫ് ട്രാഫിക് വിക്ടിം, അതായത് നവംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച ലോകമെമ്പാടും റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുകയാണ്. ട്രാക്ക് എന്ന് പറയുന്ന ഈ സംഘടന റോഡ് ആക്സിഡന്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു ദിവസം ആചരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൽ മരണമടഞ്ഞവരെ ഓർക്കുന്നതിന് വേണ്ടി ഇതിലൂടെ ഇത് വലിയൊരു ആഘോഷ പരിപാടിയല്ല, അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങളെ ഇതിൻ്റെ സന്ദേശം, റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലത്തിനെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അംഗീകരിക്കപ്പെടുകയും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടും ഇത്തരത്തിൽ ഒരു ഓർമ്മ ദിനമായിട്ട് ഇത് ആഘോഷിക്കുകയാണ്. ഇത്തവണത്തെ അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഓർമ്മിക്കുക, അതുപോലെ തന്നെ പിന്തുണ നൽകുക, അതുപോലെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ദിവസം ഇത്തരത്തിൽ ഒത്തുകൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം. ട്രാക്കിനെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിഞ്ഞ 11 വർഷമായിട്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ബോധവൽക്കരണ ക്ലാസുകളായാലും അപകടങ്ങളിൽപ്പെട്ട് പരിക്കേറ്റവരെ സഹായിക്കുന്ന പദ്ധതികളായാലും ഒക്കെ തന്നെ ട്രാക്ക് കഴിഞ്ഞ 11 വർഷമായിട്ട് നടത്തി വരികയാണ്. ഇനി നടത്താൻ പോകുന്ന രാത്രികാലങ്ങൾ അപകടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ചുക്കുകാപ്പി വിതരണം ഒക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഏറെ നാളായി നടത്തി വരുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഏറെ നാളായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ട്രാക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കുമുള്ള ധർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് എങ്ങനെ അപകടങ്ങൾ കുറയ്ക്കാം, അതിന് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന പദ്ധതികളും പരിപാടികളും മനസ്സിൽ രൂപം കൊടുത്ത് അത് സമൂഹത്തിൽ ഉതകുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒത്തുകൂടലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്. യുണൈറ്റഡ് നേഷൻസ് ആചരിച്ചു വരികയാണ്. റിമംബറൻസ് ഡേ എന്ന് പറയുമ്പോൾ മോട്ടോർ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ആളുകളെ ഓർമ്മിപ്പിക്കുകയും ഓർക്കുകയും മോട്ടോർ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. മോട്ടോർ ആക്സിഡൻറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ധാരാളം ഏജൻസികൾ സർക്കാർ ലെവലിലും എല്ലാവരും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, അതുപോലെ
ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, ഫയർഫോഴ്സ്, വോളണ്ടിയേഴ്സ് തുടങ്ങി എല്ലാവരും ചേർന്ന് മാത്രമാണ് ഇതുപോലെയുള്ള ആക്സിഡൻറ്റ് കുറയ്ക്കാൻ കഴിയുന്നത്. ആക്സിഡൻറ്റിൻ്റെ എണ്ണം പറയുമ്പോൾ ഭീകരമായ എണ്ണമാണ് ഓരോ വർഷവും നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്താകമാനം ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഒരു വർഷം 4000-ലധികം ആളുകൾ മരിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷത്തോളം കുടുംബങ്ങൾ അനാഥമാകുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, റോഡിൽ ആളുകൾ വണ്ടി ഓടിക്കുന്നവർ കാണിക്കുന്ന അതിക്രമങ്ങൾ, വണ്ടി ഓടിക്കാൻ അറിയാത്തവർ വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റി ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വഴിയാത്രക്കാർ ശ്രദ്ധിക്കാതെ നടക്കുന്നതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഈ വേൾഡ് റിമംബറൻസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുഎൻഒയുടെ നേതൃത്വത്തിൽ ധാരാളം ദിനങ്ങൾ ഇതുപോലെ ആചരിക്കുന്നുണ്ട്. ഈ അടുത്ത 2-3 വർഷം മുമ്പാണ് ഇതുപോലെ ഒരു ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. എന്നിരുന്നാലും ആക്സിഡൻറ്റുകൾ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറയുന്നില്ല. ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ ഇതിൻ്റെ ഭീകരമായ ഈ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഒരു ശ്രമമാണ് ഇതുപോലെയുള്ള അവയർനെസ് ക്ലാസ്സിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതിൽ നിന്ന് പരമാവധി ബോധവൽക്കരണം ഉണ്ടായി പരമാവധി അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3.5 കോടി ജനസംഖ്യയുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏകദേശം 4000-ഓളം പേരാണ് ഒരു വർഷം നമ്മളെ വിട്ടു പോകുന്നത്. ഒരു ദിവസത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 12-13 പേർ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവർ തിരിച്ചു വീട്ടിലെത്തുന്നില്ല. പ്രധാന കാരണം റോഡ് അപകടം. ഇന്ത്യ മഹാരാജ്യത്തെ കണക്ക് സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 1,60,000-ഓളം പേരാണ് വാഹനാപകടത്തിൽ മരണമടയുന്നത്. ഇതിൻ്റെ 10 ലക്ഷത്തോളം ആൾക്കാർ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നൊരവസ്ഥയും സംജാതമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു അറുതി വരുത്തിയേ മതിയാവും. പല കുടുംബങ്ങളും പല രീതിയിലുള്ള യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരികയാണ് ഈ വാഹനാപകടങ്ങൾ കൊണ്ട്. ഒരു ദുരന്തം നമ്മളുടെ വീട്ടിലോട്ട് വന്നു കയറിയാൽ മാത്രമേ നമുക്കതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഓരോ കുടുംബങ്ങളിലും ഈ വാഹനാപകടങ്ങൾ എത്തിയതിൻ്റെ തിക്ത അനുഭവങ്ങൾ അവർ ഇപ്പോഴും അനുഭവിച്ചു വരികയാണ്. ഉണ്ടാക്കുന്ന വാഹനം എന്ന് പറയുന്നത് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 37% വാഹനാപകടങ്ങൾ മരണമടഞ്ഞതിൽ മോട്ടോർ സൈക്കിൾ വാഹനം ഓടിച്ചവരാണ്. വളരെ ദയനീയമായ ഒരവസ്ഥ. 2ാം സ്ഥാനം കാൽനട യാത്രക്കാർക്കാണ് എന്നുള്ളതാണ്. 27% ആൾക്കാരാണ് കഴിഞ്ഞ വർഷം മരണമടഞ്ഞതിൽ 27% ആൾക്കാർ കാൽനട യാത്രക്കാരാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. വളരെ ദയനീയം. അതിനുശേഷം ബാക്കി മോട്ടോർ സൈക്കിളും ബാക്കി കാറും മറ്റു വാഹനങ്ങളുമാണ്. തീർച്ചയായിട്ടും ഇതിന് ഒരു അവസാനം ഉണ്ടായേ മതിയാവൂ. നമ്മൾ ഓരോ കുടുംബങ്ങളുടെ കഷ്ടപ്പാടുകൾ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കഷ്ടതകളും അതിൻ്റെ സീരിയസ്നെസ്സും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത് ഒരു ഓർമ്മ ദിവസമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. വളരെ വികാര നിർഭരമായിട്ടുള്ള ഓരോ ചടങ്ങുകളും കേരളത്തിൻ്റെ വിവിധ ആർടി ഓഫീസിന്റെ കീഴിൽ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും ഈ മരണമടഞ്ഞ ായിട്ട് പ്രാർത്ഥിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നന്ദി. രക്ഷിച്ചവരെ സംരക്ഷിക്കുക എന്നുള്ള 3 ചടങ്ങിനിടയ്ക്ക് 2 റോളും ചെയ്യുന്നത് ട്രാക്കാണ്. 3ാമത്തെ റോള് മാത്രമേ ആശുപത്രികൾക്കുള്ളൂ. ആശുപത്രികളിൽ വരുന്നതെന്ന് വെച്ചാൽ എന്റെ അനുഭവത്തിൽ തന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വഴിയിലെ പലരും ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതാണ്. ആൾ കൂടി നിൽക്കുകയല്ലാതെ ഷിഫ്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാമെന്നോ അറിയാത്ത 10,000-കണക്കിന് ആളുകളുള്ള ഈ ലോകത്ത് ഇപ്പോഴും ഈ അപകട ചികിത്സയും അപകടങ്ങളും ഒരു വലിയൊരു ദുരന്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എത്രയോ വീടുകൾ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ്. ഓരോ അപകടങ്ങളിലും അറിയപ്പെടുന്നത് ഓരോ വീടിന്റെ ജോലി നേരിൽ പോയുള്ള ഓരോ താങ്ങുകളാണ് നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും അപകടത്തിൽ പെടുത്താതിരിക്കാനുള്ള നമ്മുടെ
മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ട്രെയിനിങ്ങുകളും ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇമ്പ്രൂവ് തന്നെ ഈ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടവരെ ഓർക്കാനുള്ള ഈ ഒരു അവസരം അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തതിനും ട്രാക്കിനും അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും ഇങ്ങനെ ഒരു ദിവസത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദരിക്കുന്നതിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിന് ഒരു കാലതാമസം വരുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ട്രാക്ക് മുൻകൈ എടുക്കുന്നത് തുടരുക തന്നെ എന്ന എല്ലാ ആശംസകളും നൽകുന്നു. കേരള വീൽചെയർ ഫെഡറേഷന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. വേദിയിൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ടവർ, നമ്മുടെ ട്രാക്കിന്റെ സെക്രട്ടറി ഷാനവാസ, ശരത് സാർ, പ്രസിഡന്റ്, മറ്റു മെമ്പേഴ്സ്. എനിക്ക് ഈ അപകടത്തിൽ സ്പൈനൽ കോഡിന് ഇന്ത്യൻ പറ്റിയാണ്. 22ാമത്തെ വയസ്സിലൊരു കാറ് വന്നിടിച്ചു, ബൈക്കിൽ വന്നിടിച്ചു, സ്പൈനൽ കോഡ് മുറിഞ്ഞാണ്. നമ്മുടെ കുട്ടികൊണ്ടല്ല, എതിരെ വന്ന കാറുകാർ മദ്യപിച്ചാണ് എത്തിയത്. അവർ വഴിച്ച് തെറിപ്പിച്ച് അങ്ങനെ നട്ടലിൽ സ്പൈനൽ കോഡ് മുറി. ഏകദേശം ഒരു 12 വർഷത്തോളം വീട്ടിൽ കിടപ്പായിരുന്നു. അതിനുശേഷമാണ് വീൽചെയറിലായി. പിന്നെ ഇത് സ്കൂട്ടിലേക്ക് ഓടിക്കാൻ തുടങ്ങി. ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് തലയ്ക്കൊന്നും പറ്റിയില്ല. പിന്നെ അത് ആക്സിഡന്റ് പറ്റിയ സമയത്ത് തന്നെ ഒരു ഓട്ടോറിക്ഷയിലാണ് എടുത്ത് കയറ്റിയത്. അപ്പം ഹോസ്പിറ്റലിൽ ഇപ്പം ഡോക്ടർ പറഞ്ഞു, ഈ നമ്മളൊരു അപകടം പറ്റുന്ന സമയത്ത് ഒന്നിലൊരു ലോറി ആയാലും മതി, നേരിട്ട് കിടത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ ആംബുലൻസ്. ആ സമയത്ത് 2006 സമയത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എടുത്ത് ഒടിച്ചു മുടക്കിയാണ് നമ്മുടെ ഓട്ടോറിക്ഷയിൽ കയറ്റിയത്. അങ്ങനെ സ്പൈനൽ കോഡ് മുറിഞ്ഞുപോയി. എന്നിട്ട് വീൽ ചെയറിലാണ്. നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. അപ്പം ഇനിയും നമ്മുടെ സ്പൈനൽ കോഡ് ഇങ്ങനെ തന്നെ ഒരു സാധാരണ അപകടം പറ്റുമ്പോൾ സ്പൈനലിന് അല്ലെങ്കിൽ തലയ്ക്കുമാണ് അപകടം പറ്റുന്നത്. സ്പൈനലിന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പോലും, പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളായിട്ട് വരും. അപ്പം അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഈ ഒരു അവസ്ഥയിലെത്തി. മറ്റുള്ളവർക്കൊന്നും വരാതിരിക്കട്ടെ. പ്രോഗ്രാമിന് എൻ്റെ എല്ലാവരുടെ ആശംസകളും നേടി. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പം ഈ പ്രോഗ്രാമിന് എല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വാഹനം റോഡിൽ ഇറക്കുന്ന എല്ലാ ഡ്രൈവേഴ്സും നമ്മുടെ വീടുകളിൽ അവരെ പോലെ തന്നെ പുറത്തിറങ്ങുന്ന വാഹനങ്ങളിൽ അവരുടെ വീട്ടുകാരും ഉണ്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നമ്മളെ ഈ കൂട്ടത്തിലുള്ളതായാലും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയാലും എല്ലാ ഡ്രൈവർമാരും കരുതേണ്ടത്. കാര്യം അലക്ഷ്യമായ ഒരു വാഹനം ഓട്ടിച്ചതിൻ്റെ പിറകിലാണ് എൻ്റെ ചേട്ടൻ മരണപ്പെട്ടത്. അവിടുന്ന് പോലീസിൻ്റെ എല്ലാ സഹായത്തോടു കൂടി എത്തിക്കാൻ പറ്റിയെങ്കിലും പക്ഷേ ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോയി. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലും എല്ലാം കണ്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർത്തും അവർക്ക് യാതൊരു വിധ മൈൻഡും ഇല്ല. വലിയ വണ്ടിക്കകത്തിരിക്കുന്ന ചെറിയ വണ്ടിയെ ഒന്നും മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് പോകുന്നത്. അവരേതോ സീറ്റിലിരിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചപ്പം ഇതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളായാൽ പോലും തന്നെ അമിതമായോ അല്ലെങ്കിൽ റോഡ് സുരക്ഷ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും വളരെ ശ്രദ്ധാലുവായിട്ട് ഓട്ടിക്കണം. കാര്യം നമ്മളെ എല്ലാ വീടുകളിൽ ഓരോ കുടുംബങ്ങളുണ്ട്. ഞങ്ങളിപ്പോഴും ഈ അടുത്ത ജനുവരി 7 ആകുമ്പോഴത്തേക്ക് 4 വർഷമാകാൻ പോകും. പക്ഷെ എൻ്റെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങളുടെ അത്താണിയും എല്ലാമാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഓരോരുത്തർക്കും നമ്മുടെ നിരവധി, ഞാൻ കൊല്ലത്തൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടംപോലെ ഞങ്ങൾ പ്രിൻസ് ജോലിയുടെ തൊട്ടിപ്പുറത്ത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. അലക്ഷ്യമായിട്ടാണ് വാഹനങ്ങൾ എന്ത് സ്പീഡിലാണ്. മെനഞ്ഞാന്നും ഒരു കന്യാസ്ത്രീയും അവർ വന്നൊരു ഡ്രൈവറെ ഇടിച്ചിട്ട് അവർ റോഡ് ക്രോസ് ചെയ്തതാണ്. അമിതം സ്പീഡാണ് ആ 2 പിള്ളേർ വന്നത്. ഞാൻ എൻ്റെ കൺമുന്നിലാണ് അവർ ഇടിച്ച് വീണത്. ഞാൻ ഒടിച്ചെടുക്കുമ്പോൾ ആ ഡ്രൈവറുടെ അയാളെ പ്രദീപ് ഫ്ലവറിൽ നിന്ന് പൂവ് ഇടിച്ചുകൊണ്ടിറങ്ങിയ ആ പുള്ളിയുടെ കാലൊടിഞ്ഞ് തൂങ്ങി. ആ സിസ്റ്റം തറ വീണ് കിടക്കുക. പക്ഷെ എന്തായാലും എല്ലാവരും കൂടെ ഞാൻ വിളിച്ചത് ആംബുലൻസിനെയാണ്. പക്ഷേ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ എടുത്തോണ്ട് പോയി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തെങ്കിലും ആംബുലൻസിൽ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും
നല്ലത്. എൻ്റെ ചേട്ടൻ അറിവൊക്കെ വെച്ചിട്ട് എൻ്റെ ചേട്ടനെ ഓട്ടോയിലാണ് കൊണ്ടുപോയത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോയത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും എൻ്റെ ചേട്ടൻ്റെ വാരിയിൽ തകർന്നിട്ട് ലെങ്സിൽ ഇറങ്ങിയിട്ടാണ് ചേട്ടന് ഇതായത്. പക്ഷേ ഒരു ആംബുലൻസിലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്തതായിരിക്കും സുഹൃത്തുക്കൾ. എങ്കിലും നമ്മൾ അതിനകത്ത് നല്ല രീതിയിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് നല്ലൊരു അവയർനെസ് വേണം. ആംബുലൻസ് നല്ല സീരിയസ് ആക്സിഡൻ്റ് ആണെങ്കിൽ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് എൻ്റെ ചേട്ടൻ്റെ പേരിൽ എനിക്കിങ്ങനെ ട്രാക്കിൻ്റെ വകയായിട്ട് ഇതിനകത്ത് ഇങ്ങനെ വന്നൊന്ന് സംസാരിക്കാൻ പറ്റിയതിൽ നിങ്ങളെ ഒന്ന് ചെറിയ കാര്യങ്ങൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയതിലും കൃതജ്ഞതയുണ്ട്. ഞാനിവിടെ ഈ സംഘാടകരോടെല്ലാം നന്ദി. ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഫോൺ അടിച്ച് നോക്കുന്ന സമയത്ത് ബസ് വലത്തോട്ട് ഇടിച്ചത് മൂലമാണ് അപകടം സംഭവിച്ചതാണ് ആണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ബസ്സുകാരിന്നും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. പലവിധമായ സാങ്കേതിക പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. ബസ്സിനകത്ത് ചെന്ന് ഇടിച്ചതുകൊണ്ട് ആണ് പറ്റിയത്, ബസ്സിൽ അവൻ കൊണ്ടിടിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഞങ്ങളുടെ കണ്ട വീഡിയോ ദൃശ്യം വെച്ച് നോക്കുമ്പോൾ അത് അല്ല സംഭവിച്ചത്. ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ഫോൺ അടിച്ച് പകുതി വരെ ബസ്സിൻ്റെ മുമ്പിൽ കയറുന്നുണ്ടാവും. ഇത് കഴിയുമ്പോഴാണ് ബസ്സിൻ്റെ അടിയിലോട്ട് തട്ടി വീഴുന്നത്. എങ്ങനെയാണ് സംഭവിച്ചത് കാണാൻ പറ്റുന്നത്. കാരണം കൊട്ടിയം ജംഗ്ഷനിലുള്ള ഓവർ ബ്രിഡ്ജ് പണിയുന്നതിൻ്റെ അടിയിലാണ് സംഭവം നടന്നത്. അത് ഞങ്ങൾക്ക് താങ്ങാനാവാത്തൊരു അനുഭവമായി പോയി. കാരണം എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ അത്താണിയായിരുന്നതാണ്. പക്ഷേ ഇന്ന് പലവിധ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. എന്നാലും എല്ലാം ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മളൊരു റോഡ് സുരക്ഷാ പ്രതിജ്ഞയാണ്. അതിനുശേഷം നമ്മൾ മെഴുകുതിരി കത്തിച്ച് ഇവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ പ്രതിജ്ഞ ചൊല്ലുവാനായിട്ട് കൊല്ലം നാഷണൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള അനൂപ് ഭക്തൻ. ഞാൻ റോഡ് നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുമെന്നും എൻ്റെ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ മറ്റ് തെറ്റുകൾ കൊണ്ടോ റോഡ് അപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയാക്കില്ല എന്നും മറ്റുള്ളവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അപകട നിവാരണത്തിനായി പ്രവർത്തിക്കുമെന്നും ഒരു റോഡ് അപകടം എന്റെ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു.
ചുരുക്കളുടെ കൊച്ചുകുട്ടികൾ ചെറുപ്പക്കാർ വരെ 2 റൗണ്ടും 2 റൗണ്ടും 2.5 റൗണ്ടും 3 റൗണ്ടും ഒക്കെ ഓടി മതിയാക്കുന്നത് നമ്മൾ കണ്ടപ്പോൾ 53 വയസ്സുകാരനായ നമ്മുടെ വാളണ്ടിയർ 5 റൗണ്ടും പൂർത്തീകരിച്ചപ്പോൾ നമ്മളവിടെ 10 സെക്കൻഡും 3 ഒക്കെ വേറെ കൊടുത്തതിന് അന്ന് എനിക്ക് അദ്ദേഹം 5 അവിടെ പൂർത്തീകരിക്കേണ്ടപ്പോൾ തോന്നി നമ്മുടെ വാളണ്ടിയർക്ക് അന്ന് അവിടെ കൊടുത്ത 3rd പ്രൈസിന്റെ സെയിം തുക അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് അടുത്ത മീറ്റിംഗിൽ അതിവിടെ വെച്ച് നൽകുകയാണ്. ഇന്ന് നവംബർ മാസത്തിലെ 3